ചിഞ്ചുമോളെ വേഗം അംഗനവാടിയിലോട്ട് ചെല്ലൂട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പൂ എല്ലാവർക്കും കൊടുക്കണേ. എന്നാൽ അമ്മ പോകുവാണേ. ഇതെന്താണ് ചിഞ്ചു, പൂവോ? അതെ, മുല്ലപ്പൂവാ. മുല്ലപ്പൂവേടാ മുല്ലപ്പൂ, മുല്ലപ്പൂവേടാ മുല്ലപ്പൂ. എവിടെ നോക്കട്ടെ ചില്ലു? തിരക്ക് വേണോടി പോപ്പി? അല്ല, 5 രൂപ താ. അയ്യോ, എന്റെ കയ്യില് കാശില്ല. കാശില്ലെങ്കിൽ പൂവില്ല. ഇച്ചിരി കൊടുക്കടി ചിഞ്ചു. എന്റെ വീട്ടില് പൂവാ. പൂക്കച്ചവടാണോ? അതേടെ പൂക്കച്ചവടം. മുല്ലപ്പൂവേടാ മുല്ലപ്പൂ. മുല്ലപ്പൂ വേണം, പക്ഷെ കാശില്ല. കാശില്ലെങ്കിൽ മുല്ലപ്പൂ ചൂടണ്ട. ആരാ ഇവിടെ കരയുന്നേ? എനിക്ക് പൂ തന്നില്ല ടീച്ചറേ. ആഹാ, ഇത് കൊറേ പൂവുണ്ടല്ലോ. എവിടെന്നാ ചിഞ്ചു ഇത്? ഇതിന്റെ വീട്ടിലെ ടീച്ചർ 5 രൂപയാ. 5 രൂപയോ? ഇത് കൊറേ പൂവുണ്ടല്ലോ. ഈ പൂ തന്നു വിട്ടിട്ട് അംഗനവാടിയിൽ വിൽക്കാനായിട്ട് ആരാ ചിഞ്ചുനോട് പറഞ്ഞേ? അതെ, അമ്മയാ ടീച്ചറേ. ആഹാ, നുണ പറയല്ലേ, സത്യം പറ ചിഞ്ചുമോളെ. അമ്മ എന്താ പറഞ്ഞേ? അപ്പ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാൻ. കാശ് വാങ്ങാൻ പറഞ്ഞോ? അത് പറഞ്ഞില്ല. പിന്നെ എന്താ 5 രൂപയെന്നൊക്കെ പറയുന്നേ? അത് ആര് പറഞ്ഞു തന്നതാ? ആരും പറഞ്ഞില്ല. എനിക്ക് മിഠായി വാങ്ങാനാ. മിഠായിയോ? ആഹാ, കൊള്ളാലോ മിടുക്കി. എന്നാലേ വീട്ടിലുണ്ടായ പൂവൊക്കെ നമ്മൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണ്ടേ? അപ്പൊ പിന്നെ എല്ലാവർക്കും കൊടുക്ക്. വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു വിട്ടത് എല്ലാവർക്കും കൊടുക്കണമെന്നല്ലേ, കാശ് വാങ്ങാനല്ലല്ലോ. അപ്പൊ പിന്നെ കുട്ടികളെ കരയിക്കാതെ കൊടുക്ക്. മിടുക്കി. എന്നാ ചിഞ്ചു തന്നെ എല്ലാവർക്കും കൊടുത്തോ. അപ്പൊ ലക്ഷ്മിക്ക് മുടിയില്ലല്ലോ. ഞാൻ മുല്ലപ്പൂ ചോദിച്ചോ? ചോദിച്ചാലും നിനക്ക് മുടിയില്ല. നിങ്ങളെ തല്ലി പിടിച്ചിട്ടില്ലേ? നിന്നെ തല്ല ഞാൻ വച്ചുതരാം. ഹായ്, നല്ല സൂപ്പ്. ഇപ്പൊ തന്നെ അത് താഴെ വീഴും. നമുക്ക് മാത്രം പൂ തന്നില്ലല്ലോ. ഞാൻ പോയാണ്, നിനക്ക് വേണ്ട, പോടാ. ആഹാ മക്കളെ, എല്ലാരും നല്ല സുന്ദരികളായാലും പൂവൊക്കെ വെച്ചപ്പോ അടിപൊളി. അപ്പൊ തങ്ങള് അടിപൊളി ആയില്ലല്ലോ. അത് സാരമില്ലട കേശു. എല്ലാരും ഇനി ഇരുന്നേ നമുക്ക് പഠിക്കാം. നല്ല മക്കളായിട്ട് എല്ലാരും ഇരുന്നല്ലോ. ഇന്ന് നമുക്കേ പക്ഷികളെ പറ്റി പഠിക്കാം. എന്തിനെ പറ്റിയാ പഠിക്കാൻ പോണേ? പക്ഷികള്. മിടുക്കൻ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആ പക്ഷി ഏതാന്ന് കണ്ടുപിടിക്കണേ. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വരും. അത് നമ്മുടെ പരിസരമെല്ലാം വൃത്തിയാക്കും. കറുപ്പ് കളറിലെ പക്ഷിയാണ്. അമ്മ നമുക്ക് ചോറ് വാരി തരുമ്പോഴൊക്കെ ആ പക്ഷി വരും. അതേതാണെന്ന് മനസ്സിലായോ? ആ, ലക്ഷ്മിക്കുട്ടി മിടുക്കിയാണല്ലോ. കാക്ക എങ്ങനെയാ കരയുന്നേ? ആഹാ, പോപ്പി മിടുക്കിയാ കേട്ടോ. കാക്കയുടെ നിറം എന്താ? കറുപ്പ്. ആഹാ, എന്നാ ചൊക്കെ ഒന്ന് പാടിക്കേ. മിടുക്കി. അങ്ങനെ പാട്ടൊക്കെ പാടിയില്ലേ? കഞ്ഞി കുടിച്ചതല്ലേ എല്ലാവരും? അത് കഴിഞ്ഞ് കിടന്നില്ലല്ലോ. ഇനി എല്ലാവരും കുറച്ചു നേരം കിടക്കട്ടോ. അത് കഴിയുമ്പോൾ ടീച്ചർ വിളിക്കുമ്പോൾ എണീറ്റിട്ട് നമുക്ക് അവല് നനച്ചത് കഴിക്കാം. എന്നിട്ട് വീട്ടിൽ പോകാവേ. എന്നാ വേഗം കിടന്നോ എല്ലാരും. അയ്യോ, ആരാണ് ചോട്ടിയ? ചോട്ടിട്ട് കിടക്കണ കണ്ടില്ലേ? എടിക്കട ഡുഡു.